അന്ന് നിങ്ങളോടൊരു പറയാൻ ഞങ്ങൾക്കുള്ള ഇതില്ല. കാരണം നിങ്ങളത് ഫുള്ള് പ്രസംഗത്തിലാണല്ലോ. ശരി. അങ്ങനെ ഓർക്കുന്ന വരില്ല. അങ്ങനെ പറഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങനെ സനദിനെ കുറിച്ച് പറഞ്ഞു. സനദ് ഇങ്ങനെ മജീദ് ഉണ്ടാക്കിയതാണ്. അത് മജീദോടൊന്നും ഞാൻ ഇഷ്ടലാക്കിയ മൂപ്പർക്ക് മറുപടി കിട്ടിയിട്ടില്ല. അത് ഏലംകുളം. അത് ഏലംകുളം. ഏലംകുളം പിന്നെ ഏതോ ഒരു പിന്നെ മഹാന്റെ സിലിസിലായിരുന്നു. ആ സിലിസിലുള്ള ആളുകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് ഖാദിരിയ തരീഖത്തിന്റെ സിൽസില. അതാണ് ഖാദിരിയ തരീഖത്തിന്റെ സിലിസിലയിൽ നിന്ന് 2-3 ആളുകളെ കൂട്ടിക്കൊടുത്തു. ലാസ്റ്റുള്ള അങ്ങനെ പറഞ്ഞു തരും. അല്ല, ഖാദിരിയ തരീഖത്തിന്റെ കൂടെ 3 ആളെ കൂട്ടിയെന്നല്ല. അതെ, ലാസ്റ്റുള്ള ബറക്കാത്തി ജാലിയവാല അങ്ങനത്തെ 2 മാർക്കാരെ. അതെ. എന്നിട്ട് അടച്ചോനെ ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. അതെ അതെ, ഗുലാം മജീദ് മൊയ്ലാരി ഒരു സംഭവം ഉണ്ടല്ലേ. എന്നിട്ട് അപ്പൊ നിങ്ങളിത് പറയുന്നതല്ലേ മൂപ്പര് മൗനമായി കേട്ടുന്നതാണോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയത്? നിങ്ങളൊരു വിഷയം പറയുന്ന സമയത്ത് ഏലംകുളം കേട്ടുന്നല്ലേ? ഏലംകുളം പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടുന്ന ഏലംകുളം വിശദീകരിച്ചു കൊണ്ടുവരും. ഞാൻ ഈ വിഷയം ആദ്യം പറഞ്ഞു തുടങ്ങി. പിന്നെ മൂപ്പര് വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അന്നേരം നിങ്ങൾ ചോദിച്ചില്ലേ മൂപ്പരോട്, ആനന്ദ ഉസ്താദ് നിങ്ങൾ ഇത്രയും ബോധ്യപ്പെട്ട ഒരു വിഷയമായിട്ട് നിങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല? അത് ചോദിച്ചു. അല്ലോ, അദ്ദേഹം പ്രധാനമായിട്ട് ചോദിച്ചു. ഇത്ര ഗൗരവമുള്ളൊരു വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സുക്കൂത്ത് എന്ന നിലപാടെടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് മുപ്പത് പറഞ്ഞു, ഇന്നലെ ഒരു വജ്ജുണ്ട്. എങ്ങനെ നമ്മളെ സമൂഹത്തിന്റെ പൊതു മസലഹത്തെ ഓർത്തിട്ട് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് മൗനം പാലിച്ചാൽ പ്രശ്നം വരില്ല എന്നുള്ളൊരു വജ്ജുണ്ടല്ലോ. വലിയൊരു പ്രശ്നത്തെ ഒഴിവാക്കാൻ അശബ്ദിനെ അസക്കൊണ്ട് തട്ടുക എന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞത്. അല്ല, അന്നേരം പിന്നെ ഇവിടെ പ്രസക്തമായ ഒരു വിഷയം അവിടെ വയ്ക്കുന്നില്ലേ? നബി അലൈഹി തങ്ങള് പറഞ്ഞില്ലേ, എന്റെ പേരിൽ ഒരാളൊരു മനഃപൂർവ്വം ഒരു കളവ് വെച്ചുണ്ടാക്കിയാൽ നരകത്തിലൊരു സീറ്റ് ഉറപ്പിച്ചോട്ടെ. അപ്പൊ പിന്നെ ഈ ഒരു വജിഹ് എല്ലാ വിഷയത്തിനും ഏതൊരു വിഷയം നോക്കിയാലും നമുക്കൊരു വജിഹ് ഉണ്ടായിക്കൂടെ? അതെ അതെ അതെ, നിങ്ങൾ പറഞ്ഞ വലിയ നല്ലൊരു പോയിന്റ് കേട്ടോ. നിങ്ങൾ ചോദിച്ചോ മൂപ്പരോട്. സൗണ്ട് പോയിട്ടോ, റേഞ്ച് പോയതാ. സൗണ്ട് ഇപ്പൊ റെഡി. അത് ശരി. അല്ല, ഉറക്കൊന്ന് തുടങ്ങിയ ഉറക്കൊന്ന് വിളിക്കണോ? ഇല്ല, ഉറക്കില്ല. ഉറക്ക് ഞാൻ തുടങ്ങി 2 മണിയോ ഇനി ഒരുപാട് മണിയുണ്ട്. അത് ശരി. എന്നിട്ട് പറ. എന്നിട്ട് അതായത് ഞാനൊരു മൂപ്പരോട് പറഞ്ഞപ്പോ മൂപ്പര് ഈ ഞാൻ എന്നോട് പറഞ്ഞു തവസ്സൂഫ് അതാണ്. പക്ഷെ ഞാൻ അത്ര തന്നെ വിഷയം പറഞ്ഞു മൂപ്പരോട്. അതായത് നമ്മളെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഉലമാവിനെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അപ്പൊ മൂപ്പര് പറഞ്ഞത് പൊന്മസ്ഥാന സഹിതങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ലേ? ഏത് ബോധ്യപ്പെട്ടതനുസരിച്ച് ഏത് എന്ത് ചെയ്യണം? ഓരോ നീക്കങ്ങളിലും ഒരു എണ്ണമല്ലോ. അതെ അതെ അതെ. അല്ല, ഖലീൽ തങ്ങൾക്ക് പിന്നെ ഇതെങ്ങനെ പിന്നെ ഇത്തിഫാക്കായേ? അതിപ്പോ ഏതെങ്കിലും പറഞ്ഞവരറിയാൻ നിൽക്കുള്ളൂ. നമ്മൾ പറഞ്ഞ ഒരു മജ്‌ലിസിൽ വെച്ച് വിഷയം ചർച്ച ചെയ്തപ്പോ ഖലീൽ തങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്കത് വിശ്വാസം സംശയമാണ് എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ അത് നിങ്ങളിപ്പം പറഞ്ഞപ്പോൾ എനിക്ക് പുതിയ അറിവ്, ഞാൻ അത് അറിഞ്ഞിരുന്നില്ല വിഷയം. ഞാനിങ്ങനെ കേൾക്കാം. ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഉണ്ടായതുകൊണ്ടായോ ഇതൊരു കോർഡിനേഷൻ ചെയ്ത് ഇത് ഇങ്ങനെയാണെങ്കിൽ അതിനെ വേണ്ട ചെയ്യണല്ലോ. അതെ. നെടുന്തൂറിന് അന്നേരം പറഞ്ഞു ഏതായാലും നമുക്ക് പിന്നെ വന്ന ഉടനെ പെൺമുട്ടാനെ കാണാൻ നിർത്താതെ
നമുക്കൊരു വിഷയം ചർച്ച ചെയ്യുന്നത് നേരിട്ട് വരുന്ന വിഷയം ചർച്ച ചെയ്തിട്ടില്ല അത്ര. ഇല്ല മൂപ്പര് നേരിട്ട് ഈ വിഷയം കൊളത്തൂര് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ കൊളത്തൂര് ഈ വിഷയത്തിൽ നിങ്ങളെ ഒരു നിലപാടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നേരെ അന്വേഷിക്കാനായിട്ട് പോകുന്നത്. കൊളത്തൂരിന്റെ കാഴ്ചപ്പാട് കൊളത്തൂരുണ്ട്. കൊളത്തൂര് സംഘടനയുടെ നമ്മളെ പോലെയല്ല, സംഘടനയുടെ ഔദ്യോഗിക നേതാവാണ്. എല്ലാം ഞമ്മക്ക് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷ സംഗതിയൊക്കെ ശരിയാണ്. നമുക്ക് എല്ലാ ഉസ്താദ് ഞമ്മക്ക് അല്ല ഞമ്മൊരു വലിയ പ്രതിസന്ധി എന്തായാലും മുമ്പുണ്ടാവും. അല്ല സംഗതിയൊക്കെ ശരിയാണ്. സംഘടന അല്ലല്ലോ ദീനല്ല. അത് 4 കാലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ നിങ്ങളെ പഞ്ചായത്തിലും മേഖലയിലും ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊന്നും വരാനൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് വായിച്ചു തരാം. സത്യത്തിനെ നിലനിൽപ്പുള്ളൂ, അസത്യം കാലം എത്ര തള്ളി നീക്കിയാലും ഒരു നാൾ അത് വെളിപ്പെടും. ഒരുപക്ഷെ അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഇതായത് പിന്നെ മാറ്റർ കേട്ടോക്ക്. ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം. ഒരു കളവിനെ സത്യമാക്കാൻ 1000 കളവുകൾ ചേർക്കേണ്ടി വരുമെന്നതും ആളുകളെ ചിന്തിപ്പിക്കുന്നില്ല. അതിന്റെ പേരിൽ അവർക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ചില അപ്രിയ സത്യങ്ങൾ സമൂഹം ഉൾക്കൊള്ളാൻ വല്ലാതെ പ്രയാസപ്പെടും. അതിന്റെ പേരിൽ സമൂഹം ചിലരെ മാറ്റി നിർത്തപ്പെടും, ചിലരെ കുറ്റപ്പെടുത്തും. അസത്യത്തിന് നിലനിൽപ്പില്ല എന്ന ഖുർആൻ സൂക്തം ഇന്നൽ ബാത്തിലക്കാന സഹൂക്കാം ഇവിടെ ചിന്തിക്കുന്നവർക്ക് വഴിതെളിയിക്കും. രാജ്യത്തിന്റെ പേരോ മഹിമയോ അതല്ല വ്യക്തിയുടെ വ്യക്തിപ്രഭയോ വെളുത്തവനോ ഇരുണ്ടവനോ മുതലാളിയോ തൊഴിലാളിയോ പണ്ഡിതനോ പാമരനോ കൊടിയുടെ നിറമോ അംഗബലമോ സമ്പത്തോ അതല്ല ദാരിദ്ര്യമോ ഒന്നും തന്നെ അല്ല ഒരു കളവിനെ നീതീകരിക്കാനുള്ള മാനദണ്ഡം എന്നതാണ് വസ്തുത. പിറന്ന ഉടനെ ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് എത്ര മൗഢ്യമാണ്. അതിന് അതിന്റേതായ സമയം എടുക്കും കുട്ടി വളർന്നു വരാൻ. എന്നതുപോലെ ചില സത്യങ്ങൾ വെളിപ്പെടാൻ അതിന്റേതായ സമയദൈർഘ്യം വേണ്ടി വന്നേക്കാം എന്നത് പ്രപഞ്ചത്തിന്റെ അലിഖിത നിയമം ആണെന്ന് വിസ്മരിച്ചുകൂടാ. എങ്കിലും നിങ്ങൾ സത്യവാൻമാരോട് ചേർന്നുകൊള്ളുക എന്ന സൂക്തം വിസ്മരിക്കാത്തവർക്ക് ഒരു നാൾ ബോധോദയം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അള്ളാഹു സത്യം മുറുകെ പിടിക്കുന്ന സത്യവിശ്വാസികളുടെ കൂടെ നമ്മയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആമീൻ. ഈ ഒരു മാറ്ററിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ഈ വിഷയം അറിയുന്ന ആളുകൾക്ക് ചങ്കിന് കൊള്ളും. തീർച്ചയായും അറിയാത്ത ആളുകൾ മലയാളത്തിൽ എന്തോ ജിഷാന് എന്തൊക്കെ എഴുതിയെന്ന് തോന്നും. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താലോ? ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്താലോ? ഇത് ഞാനുണ്ടാക്കിയ മറ്റൊരു ശരി. അത് സംഭവം റെഡി അത് പോസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ചിന്ത മുളക്കട്ടെ മനസ്സിന്റെ ഉള്ളത്. അതെ അല്ല സംഗതി ഇപ്പൊ നമ്മൾ ഭയപ്പെടുന്ന ഇതാണ്.